ആപ്കി അദാലത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേന നേതാവ് സഞ്ജയ് റൌത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലമാണ് ഉദ്ധവ് താക്കറെയുടെ ഗവൺമെന്റിന് ഭരണം നഷ്ടപ്പെട്ടതെന്ന്. കേന്ദ്രമന്ത്രിയായ നാരായണൻ റാണയില്ലേ, അദ്ദേഹം പറയുന്നു സഞ്ജയ് റാവത്ത് ഒരു ഭസ്മാസൂരനെ പോലെയാണെന്ന്. താങ്കൾ ആരുടെ തലയെ കൈവച്ചാലും ഭസ്മമായിട്ട് മാറുമെന്ന്. ഉദ്ധവ് താക്കറെയുടെ ഗവൺമെന്റിന്റെ മേൽ കൈവച്ചു, അതും ഭസ്മമായിരുന്നു. ഗവൺമെന്റ് ആരാ രൂപീകരിച്ചത്? അപ്പൊ ഒരു പ്രശ്നവുമില്ലായിരുന്നോ? അതിനുശേഷം ഞാൻ കൈവച്ചപ്പോഴാണ് എല്ലാം ഭസ്മമായി പോയത്. എല്ലാവിടെയും പോയി വന്നതിന് ശേഷം അവസാനം ഇങ്ങോട്ട് വന്നു. ഞങ്ങളുടെ പാർട്ടിക്ക് ആരെങ്കിലും ദ്രോഹം ചെയ്യുകയാണുണ്ടല്ലോ, തീർച്ചയായും അവനെ ഞാൻ കൈകാര്യം ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടി ശിവസേന വിഷയത്തിൽ നല്ല ദ്രോഹമാണ് ചെയ്തത്. 2019 നടന്ന ഇലക്ഷന് മുന്നോടിയായി ഓരോരുത്തർക്കുമുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ ഉറപ്പിച്ചിരുന്നുവല്ലോ. അപ്പൊ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഭരിക്കാമെന്ന്. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ രൂപീകരിക്കുമ്പോൾ ചില പങ്ക് കച്ചവടമൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് 50-50. അത് എല്ലാവരുടെയും മുന്നേ മീഡിയയുടെ മുന്നിൽ നടന്ന കാര്യമാണ്. മിക്കവാറും എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാ ചാനലുകളും അത് വന്നിട്ടുമുണ്ടല്ലോ. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞതും റിസൾട്ട് വന്നതും അവർ പറഞ്ഞ വാക്കിൽ നിന്നും വ്യതിചലിക്കുകയാണുണ്ടായത്. ഇപ്പോഴും പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷെ അമിത്ഷാ പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലെന്ന്. അതങ്ങനെയല്ലേ പറയൂ. ഇതിപ്പോ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞാ ഞങ്ങൾ വേറൊരു വഴി കണ്ടുപിടിക്കണ്ടേ, ഗവൺമെന്റ് രൂപീകരിക്കണ്ടേ? അപ്പൊ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന വഴി ഞങ്ങൾ തിരഞ്ഞെടുത്തു, അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ തുടങ്ങി. അതിലെന്താണ് തെറ്റുള്ളത്? പക്ഷെ BJP എന്താ പറയുന്നത് വെച്ചാൽ എപ്പോഴെല്ലാം ഇലക്ഷൻ നടക്കുന്നു അപ്പോൾ റാലി ഉള്ള സമയത്ത് അവിടെ നരേന്ദ്രമോദിയുടെയും താക്കറയുടെയും പടം ഉണ്ടായിരുന്നു. ഒപ്പം റാലിയിൽ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അടുത്ത സർക്കാർ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ആണെന്ന്, അതായത് ബെല്ലുകൊടുത്ത സർക്കാർ. 2.5 വർഷത്തിന്റെ കാര്യമായത്. 2.5 വർഷം ദേവേന്ദ്രജി തന്നെ മുഖ്യമന്ത്രി. ആ പോക്കിൽ അവരങ്ങനെ പറഞ്ഞു, അത്ര തന്നെ. ഒരുപക്ഷെ ഒന്നിങ്ങനെ ആലോചിച്ചു നോക്കൂ, അതായത് ഇങ്ങനെ ആലോചിക്കൂ, ശിവസേനയ്ക്ക് CM പോസ്റ്റ് കൊടുത്തില്ലെങ്കിൽ, പക്ഷെ ഇപ്പെങ്ങനെയാണ് ഷിൻഡേക്ക് കൊടുത്തത്? ഇവരാണ് ശിവസേന എന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് ശിവസേന എന്ന് പറഞ്ഞ വേറെയായിരുന്നു, ഒന്നായി ചേർന്നതല്ലേ, ഇപ്പൊ കൊടുത്തുവല്ലോ. പക്ഷെ ജനങ്ങൾ എന്താണ് പറയുന്നത് വെച്ചാൽ ഉദ്ധവ് താക്കറെക്ക് CM ആകാനുള്ള ആഗ്രഹം ഇല്ലെന്നാണ്. അത് അദ്ദേഹത്തിന്റെ ലക്ഷ്യവും സ്വപ്നവും ഒന്നുമല്ലെന്ന്. സഞ്ജയ് റാവുത്താണ് ഇങ്ങനൊരു ഐഡിയ അദ്ദേഹത്തിന് നൽകിയില്ല. താങ്കൾ CM ആകാൻ ആഗ്രഹിച്ചുവെന്ന്. അതിലെന്താ തെറ്റ്? എന്റെ നേതാവ് മുഖ്യമന്ത്രിയായാൽ ഈ സംസ്ഥാനം ഭരിക്കുകയാണെങ്കിൽ മാത്രവുമല്ല കൂടെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതിനാൽ ഉദ്ധവ്ജി CM ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ അപ്പോ അതിൽ എന്ത് തെറ്റാണുള്ളത് പറയൂ. ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്ര അസംബ്ലിയിൽ പറഞ്ഞു ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിനെ CM ആക്കാൻ ആഗ്രഹിച്ചു. തീർച്ചയായും ആഗ്രഹിച്ചിരുന്നു. ഞാൻ പ്രശ്നം സഞ്ജയ് റാവുത്താണ് പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞു. പിന്നുണ്ടല്ലോ, ഉദ്ധവ് താക്കറെ ഷിൻഡെ തന്നെയാണ് മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് എപ്പോ? അതായത് BJPക്കും ശിവസേനയ്ക്കും ഇടയിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നല്ലോ, ഒരു കമ്മിറ്റ്മെന്റ്. 2.5 വർഷം രണ്ടു ഭാഗത്തും ഒരു കമ്മിറ്റ്മെന്റ്. അപ്പൊ ശിവസേനയുടെ ഈ CMന്റെ പോസ്റ്റ് 100% ഉദ്ധവ് താക്കറെ തന്നെ ആയിരിക്കും. എത്ര ഷിൻഡെയുടെ ഉണ്ടോ അത്രയും തന്നെ. ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരാണെന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് BJP തിരഞ്ഞെടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ താങ്കൾ സന്തോഷപ്പെടുകയല്ലേ വേണ്ടത്? BJP അതിന് സമ്മതിച്ചല്ലോ, ഷിൻഡെയെ CM ആക്കാമെന്ന് സമ്മതിച്ചല്ലോ. എന്തുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തില്ല? അങ്ങനെയെങ്കിൽ പാർട്ടി പിളരില്ലായിരുന്നല്ലോ. അപ്പോ BJPയുടെ കാര്യത്തിൽ 33 വർഷത്തെ ബന്ധം ഇല്ലാതായെന്ന് പറഞ്ഞില്ലേ, അതിന് താങ്കളാണോ ഉത്തരവാദി? അടൽ ബിഹാരി വാജ്പേയി സാർ വരുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് കുമ്പിടുമായിരുന്നു. അദ്വാനിജി വന്നാലും കുമ്പിടുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ മോദിജി അങ്ങനെ ചെയ്യില്ലേ? പക്ഷെ അങ്ങനെ ചെയ്യാൻ മോദി അവസരം തന്നില്ലല്ലോ. നരേന്ദ്രമോദിജി ഡൽഹിയിലുണ്ടായിരുന്നപ്പോ ഉദ്ധവ്ജി താക്കറെയുമായി നല്ല ബന്ധത്തിലായിരുന്നു, വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് മോശമായത്. പിന്നെ നരേന്ദ്ര എന്താണ് പറയുന്നത് വെച്ചാൽ, ഞാനിത് 1 വർഷത്തിന് മുൻപേ പറഞ്ഞു എന്ന് പറയുന്നു. സഞ്ജയ് റാവുത്ത് മാതോശ്രീയിൽ ഒരു തുരങ്കം ഉണ്ടാക്കിയതായും പറയുന്നു. പക്ഷെ അത് തകർന്നു പോകുന്നു. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വല്ലതും പറയുന്നെന്ന് പറഞ്ഞ് അതൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളവർ വന്നുപോയിക്കൊണ്ടിരിക്കും, അത്ര തന്നെ. താങ്കൾ ഉത്തരം പറഞ്ഞല്ലേ മതിയാവും. ഞാൻ അങ്ങനെയുള്ളവരെ പറ്റിയൊന്നും അഭിപ്രായം പറയാറില്ല. അഥവാ പറഞ്ഞാൽ അത് പറഞ്ഞ പോലെ തന്നെ ഇരിക്കും. പക്ഷെ അതിന് താങ്കൾ ഉത്തരം നൽകിയല്ലോ, നിന്നെ ഞാൻ തുണിയില്ലാതെ നിർത്തുമെന്ന്. അതെ, കാരണം ആ ആളുണ്ടല്ലോ, ഞാൻ ചില കാര്യങ്ങൾ ഒരിക്കലും മറക്കാറില്ല. ഒരു സമയത്ത് അയാൾ ഒരുപക്ഷെ നമ്മുടെ സ്നേഹിതൻ പോലും ആവാം, ആയിക്കൂടുന്നില്ലല്ലോ.
ചില സമയം 10-25 വർഷം ഒരുമിച്ച് ജോലി ചെയ്തവരും ആവാം. നാരായൺ റാണെ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അദ്ദേഹം അത് വിട്ടിട്ട് പോയി. ഇപ്പോഴും എന്നെപ്പറ്റി അദ്ദേഹം കുറ്റം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും അവർ മാറി നിൽക്കും. നിങ്ങളുടെ സൗഹൃദം വേണ്ടാന്ന് പറഞ്ഞു പോയവരെ നിങ്ങൾ അപമാനിച്ചെന്ന് കേട്ടു. ഇത് നോക്കൂ, അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ശിവസേനയ്ക്കെതിരെ എന്തെങ്കിലും പറയൂ, അപ്പോഴേ നിങ്ങളെ ആണായിട്ട് അംഗീകരിക്കൂ എന്ന്. ഇത് ഇടയ്ക്കൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. അവിടെ ഒന്നും പറയാതിരുന്നാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വാല്യൂ അവിടെയില്ല. അങ്ങനെയുള്ളവർ പുലമ്പിക്കൊണ്ടേയിരിക്കും. താങ്കളും ഇപ്പോൾ അങ്ങനെയാണ് സംസാരിച്ചത്. ഞാൻ എന്റെ പാർട്ടിയിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. ഞാൻ എന്റെ പാർട്ടിയെ പറ്റിയാണ് പറയുന്നത്. എന്റെ പാർട്ടിയെ പറ്റി മാത്രമേ പക്ഷേ പറയൂ. ഏക്നാഥ് ഷിൻഡെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യം ശിവസേനയിലുള്ള സമയത്ത് ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി അല്ലാതെ ഒരു നേതാവാകണമെങ്കിൽ അപ്പോൾ ഞാൻ അദ്ദേഹം പറയുന്നത് കേൾക്കാം. പിന്നെ മുഖ്യമന്ത്രി പറയുന്നു പക്ഷെ ആദ്യം CM നേതാവല്ലല്ലോ. ആദ്യം പാർട്ടിയുടെ ആരുടെയൊക്കെയോ ദയ കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. അദ്ദേഹം ഗവൺമെന്റിന്റെ CM അല്ലേ, അദ്ദേഹം അല്ലേ ഭരണം നടത്തുന്നത്. അങ്ങനെയല്ലേ ഭരിക്കുന്നത്. അത് ആർക്കും ആവാമല്ലോ. നേതാവ് തന്നെയാണ്, പാർട്ടി പക്ഷെ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് സത്യമല്ലേ? ആദ്യം ഗവൺമെന്റ് ഉള്ള സമയത്ത് ഗവൺമെന്റിന്റെ റിമോട്ട് കൺട്രോൾ ബാലാസാഹിബിന്റെ കയ്യിലായിരുന്നെന്ന്. പിന്നെ താങ്കൾ ഉദ്ധവ് താക്കറെയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയപ്പോ ആ റിമോട്ട് ശരത് പവാറിന്റെ കൈവശം ഇല്ല, പോയെന്ന്. ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല. ഇവിടെ ആരും റിമോട്ട് കൺട്രോൾ പോലെ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ ബാലാസാഹിബുമായിട്ട് പരിചയപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സത്യം അറിയുമായിരുന്നു. ഇതിപ്പോ ഓടിപ്പോയി വന്നതിന് ശേഷം അവരുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ വരമായി. എനിക്കും ആ കുടുംബത്തിനെ പറ്റി അറിയാം, അതായത് ബാലാസാറിന്റെ കുടുംബത്തിനെ പറ്റി. അതുകൊണ്ടാണ് ഞാനും അത്ഭുതപ്പെട്ടെ. അതായത് 50 MLA-മാർ അവര് കൺമുമ്പിൽ നിന്ന് ഓടിപ്പോയി. പിന്നെ 12 MP-മാരും താങ്കളുടെ കൺമുമ്പിൽ നിന്ന് ഓടിപ്പോയി. അതെങ്ങനെ താങ്കൾ അറിയാമല്ലോ. മനസ്സിലാക്കിയില്ല? അതെല്ലാം എനിക്കറിയാം. എന്താ നടന്നതെന്ന് എനിക്കറിയാം. ഇതിന്റെയൊക്കെ പുറകെ തിരക്കഥ എങ്ങനെയാണ് എഴുതുന്നതെന്നും എനിക്കറിയാം. അത് ആരെ കൊണ്ട് എഴുതിക്കുന്നു എന്നും അറിയാം. അതിലത്തെ ഡയലോഗ് എങ്ങനെയിരിക്കും, അത് സലിം ജാവേദ് ഒന്നും എഴുതിയതല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അടിക്കടി ഉദ്ധവ് താക്കറെ എന്റെ മുന്നിൽ വെച്ച് ഏക്നാഥിനോട് ചോദിച്ചു, എന്താ ഇത്, എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. ഒരു മറുപടിയും വന്നില്ല. അപ്പൊ അത് ശരിയാണ്. ഉദ്ധവ്ജി വേറൊരു കാര്യവും പറഞ്ഞു, നിനക്ക് CM ആവണമെന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ നീ ആയിക്കോ, ഞാൻ ഒഴിഞ്ഞു തരാം. എനിക്കൊരു താല്പര്യവുമില്ല, ആ ചെയറിലിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ അങ്ങനെ ആകാനും ആഗ്രഹിച്ചില്ല എന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാമെന്നും പറഞ്ഞു. പക്ഷേ ഓരോ പ്രാവശ്യവും ആള് പറഞ്ഞതെന്താണെന്നറിയോ? ഇല്ല സർ, നിങ്ങളാണ് ഇരിക്കേണ്ടത്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ആൾക്കാർ വെറുതെ അങ്ങും ഇങ്ങും നിന്ന് പറയുകയാണ്. ഒരു നാണവുമില്ലാണ്ട് അങ്ങനെ പറഞ്ഞ്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിശ്വാസവഞ്ചന ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത്ര തന്നെ. അദ്ദേഹത്തിന്റെ തലയ്ക്കുമിതേ ഒരു കത്തിയും തൂങ്ങിക്കൊണ്ടിരുന്നു. വല്ലാത്ത ഭയം. എൻക്വയറി വരുമെന്ന് ഭയം. സോ ഭയവുമുണ്ട്, ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ നേടിയെടുത്തു. പക്ഷെ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ധവ്ജിയുടെ അടുത്ത് സംസാരിച്ചു, ഞങ്ങൾ വിചാരിച്ചിരുന്നേ കോംപ്രമൈസ് ചെയ്യായിരുന്നു. പക്ഷേ സഞ്ജയ് റാവത്ത് കോംപ്രമൈസ് ഇഷ്ടപ്പെട്ടില്ലെന്നും അതെ, പറയുന്നു. സത്യമാണ്, അതുകൊണ്ട് സത്യമാണ്. താങ്കൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡമ്മി കത്തിച്ച് കളഞ്ഞതായിട്ടും അദ്ദേഹം എന്ത് ചെയ്യാൻ പറയുന്നു. പറ്റും? വഴക്ക് പറഞ്ഞതായിട്ടും പറയും. പിന്നെന്താ വേണ്ടത്? ഞാനാണോ തൂക്കിയെറിഞ്ഞത്? ജനങ്ങളല്ലേ അങ്ങനെ ചെയ്തത്. അവരോട് കാട്ടിയ വിശ്വാസവഞ്ചനയ്ക്ക് ജനങ്ങൾ നാളെ കല്ലെറിയും. അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യാം. അത് ശിവസേന, അത് എല്ലാ നാട്ടിലും നടക്കുന്നതല്ലേ. അതിനെന്തിനാ ഞങ്ങളെ ബ്ലെയിം ചെയ്യുന്നത്? താങ്കളല്ലേ പറഞ്ഞത് 40 പേര് ആസാമിൽ നിന്ന് വരും, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ മോർച്ചറിയിലേക്ക് പോകും. ആ, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അതെന്തിനാ പറഞ്ഞതെന്നും മനസ്സിലാക്കിക്കോളൂ. അതായത് ഞാൻ അങ്ങനെ പറയുകയുണ്ടായി. ആ 40 പേര് ഗുവാഹട്ടി പോയിട്ടിരുന്നു. നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയി ശരണമടഞ്ഞുവോ അതിനെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. ആ അമ്പലത്തിൽ എന്ത് നടക്കുന്നു, അവിടുത്തെ പാരമ്പര്യം എന്താണ്. ഡീപ്പായിട്ട് അന്വേഷിക്കണമെന്നാണോ? അതെ സർ, നിങ്ങൾ ആത്മസമർപ്പണത്തിനല്ലേ അവിടെ പോകുന്നത്. ആരൊക്കെ ഫ്രോഡ് ജോലി ചെയ്യുന്നുവോ അവരുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ടാവില്ല, ആത്മാവ് മരിച്ചിട്ടുണ്ടാവും. അതെല്ലാം ആത്മാവ് നഷ്ടപ്പെട്ടവർ, അവരുടെ ജഡം മാത്രമാണ് ഇവിടെ ഉള്ളത്, വെറും ജഡങ്ങൾ. അതിലെന്താണ് തെറ്റുള്ളത്? നടക്കുന്ന ശവശരീരങ്ങൾ. രാമക്ഷേത്രത്തിൽ നിന്ന് ബാലാസാഹിബ് താക്കറെ വരെയും വെച്ചിട്ടുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ ഇത്തരം ശവശരീരങ്ങൾക്ക് പ്രസക്തിയില്ല. ആരെയാണോ താങ്കൾ ജീവനില്ലാത്ത ശവമെന്ന് പറയുന്നുവോ അവരൊക്കെ ഉദ്ധവ് താക്കറയോടും ലക്ഷ്മി താക്കറയോടും ഒക്കെ സംസാരിച്ചില്ല. അവർക്കൊരു പുതിയ മാർഗവും ലഭിച്ചിരിക്കും. ഒരിക്കലും പക്ഷെ അങ്ങനെ നടുക്ക് പോയി താങ്കളെല്ലാം നശിപ്പിച്ചു. ഞാനെന്തിനങ്ങനെ ചെയ്യണം? നമ്മുടെ പാർട്ടി, ഉദ്ധവ്ജി ഞങ്ങളുടെ നേതാവ്, കൂടെ ഞങ്ങൾ പരസ്പരം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കമ്മ്യൂണിക്കേഷനുമുണ്ട്. അവര് വെറുതെ നുണ പറയുകയാണ്. നുണ പറയാതെ അവർക്ക് ജീവിക്കാനാവില്ല.
ഇങ്ങനെ 40 പേർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ 10 പേർക്കെതിരെ ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവര് ഭയന്നുപോയി. 3 പേർക്കെതിരെ CBI വിചാരണയും നടക്കുന്നുണ്ട്. അവരും പേടിച്ചുപോയി. പിന്നെ 2 പേര് ഇൻകം ടാക്സില് ഏതോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരങ്ങനെ ഓരോന്നും പറഞ്ഞ് ഭയപ്പെടുത്തി വെച്ചിരിക്കുക. പിന്നെ പണത്തിനോടുള്ള അത്യാഗ്രഹവും. അവരവരുടെ പുറകെ പോയി. ഇതിപ്പോ മധ്യപ്രദേശിൽ നടന്നിട്ടുള്ളതല്ലേ? പക്ഷേ ചിലപ്പോ തിരിച്ച് മധ്യപ്രദേശിൽ ജൂത്തറും ഷിൻഡെയും പിരിഞ്ഞു പോയില്ലേ? പക്ഷേ സഞ്ജയ് റാവുത്ത് ഉണ്ടായിരുന്നു. നാട്ടിലെ പിന്നെയും വേറെ വല്ല പ്രശ്നങ്ങളുമുണ്ടല്ലോ, അതിൽ സഞ്ജയ് റാവുത്ത് ഉണ്ടായിരുന്നു. അല്ല, ശിവസേന ഉണ്ടായിരുന്നു. ആരാ അവിടെ ഉണ്ടായിരുന്നത്? മഹാരാഷ്ട്രയിലും അതേ കളി തന്നെയാണ് നടന്നത്. അത് തന്നെയാണ് മധ്യപ്രദേശത്തിൽ. അടുത്തിനി രാജസ്ഥാനിലും ചെയ്യും. പിന്നെ ഛത്തീസ്ഗഡിലും ഇതേ രീതി തന്നെ നടക്കും. മാത്രമല്ല ജാർഖണ്ഡിലും ഇത് തന്നെ ചെയ്യും. പിന്നെ ഇത് തന്നെ ഡൽഹിയിലും ചെയ്യും. തെലങ്കാനയിലും ഇതേ കളി തന്നെയാണ് കളിക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും ഉണ്ടായത്. അല്ലാതെ എന്താ ഉള്ളത്? പക്ഷെ പബ്ലിക് എന്താണ് പറയുന്നത് വെച്ചാൽ ലക്ഷ്മി താക്കറെ ആണെങ്കിലും ഉദ്ധവ് താക്കറെ ആണെങ്കിലും നിങ്ങൾ പറയുന്നതാണ് കേൾക്കുന്നത്, നിങ്ങൾ കോംപ്രമൈസിന് സമ്മതിച്ചില്ലെന്ന് പറയുന്നു. ഇല്ലില്ല, ഞാൻ പറയുന്നത് ആരും കേൾക്കാൻ പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളു. ഞാൻ എന്റെ മര്യാദയെ ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. തീർച്ചയായും പാർട്ടിയിലുള്ളപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറയും. ഉദ്ധവ് ജിയും അത് കേൾക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറെ സമയം പല കാര്യങ്ങളും സംസാരിക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദ്ധവ് ജി ഞങ്ങളുടെ സേനാധിപതിയാണ്. തീരുമാനമെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് തീർച്ചയായും ഉണ്ട്. അത് ഉദ്ധവ് ജിയാണ് ചെയ്യേണ്ടത്. ഞാൻ കൂടെ ഉണ്ടാവും, അത്ര തന്നെ. പക്ഷേ എനിക്കത് ഇഷ്ടമാണോ അല്ലയോ ഞാൻ പറയും. പക്ഷെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാൻ നിൽക്കില്ല. പക്ഷെ നാരായണ റാണെ എന്താ പറയുന്നത് വെച്ചാൽ പാർലമെന്റ് ഹൗസിൽ എന്റെ കൂടെ ഇരുന്ന സഞ്ജയ് റാവത്ത് ഉദ്ധവ് താക്കറെക്ക് ഇല്ലില്ല, അതൊന്നും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ലക്ഷ്മി താക്കറയോട് പറഞ്ഞ് സഞ്ജയ് റാവത്തിന്റെ മുഖത്ത് ചെരുപ്പ് കൊണ്ട് അടിക്കണമെന്ന് പറയൂ. റാണയൊക്കെ ചെരുപ്പ് കൊണ്ട് അടിച്ചു തന്നെ തീരുള്ളൂ. അയാളുടെ ക്യാരക്ടർ അത്രയ്ക്ക് മോശമാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ പൊളിറ്റിക്സിൽ വരാനേ പാടില്ലായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിലും വരാൻ പാടില്ലായിരുന്നു. 3 കാര്യത്തിൽ എനിക്ക് വ്യക്തതയുണ്ട്. എന്റെ പാർട്ടിയിൽ നല്ല വിശ്വാസമുണ്ട് എനിക്ക്. ഇതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി, എന്റെ ഏറ്റവും വലിയ ബലവും. പിന്നെ ഈ 40 പേരുണ്ടല്ലോ, എന്റെ നേർക്ക് നിന്ന് അവർക്ക് സംസാരിക്കാൻ പോലും ആവില്ല. കാരണം ഞാൻ ആർക്കും ഒരു നാശവും ചെയ്തിട്ടില്ല, ചെയ്യാൻ ആഗ്രഹിക്കുകയുമില്ല. നാരായണ റാണയുടെ കാര്യവും അത് തന്നെ. നിങ്ങൾ ഷിൻഡെ അവരുടെ കൂട്ടുകാരോടൊക്കെ വിളിച്ചു ചോദിക്കൂ. എന്നോട് സംസാരിക്കാൻ പറയൂ. എന്ത് തെറ്റാണ് ചെയ്തത്? മന്ത്രിയാക്കി, CM ആക്കി, വേറെയും പദവികളിലൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളും കേട്ട് കാണുമല്ലോ, ഷിൻഡെയും പറയുന്നുണ്ടല്ലോ, ഞാൻ ഒരു കാലത്ത് റിക്ഷ ഓട്ടിയിരുന്ന ആളാണെന്ന്. റിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പൊ എവിടാണ് ഇരിക്കുന്നത്? ഇതാരാണ് മാറ്റിയത്? ശിവസേനയിലുള്ള 4 പേരാണത് ചെയ്തത്. ശിവസേന ആരാ ഉണ്ടാക്കിയത്? അത് ബാലാസാഹേബും ഉദ്ധവ് ജിയുമാണ് ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ എവിടെയാണ് ഓടിപ്പോയത്? എന്തിനാ ഓടിപ്പോയത്? കഷ്ടപ്പാട് വരുമ്പോ എന്റെ അടുത്ത് വന്നിട്ടല്ലേ സംസാരിക്കേണ്ടത്. എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ടല്ലോ. താങ്കളും ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ഈ ഓടിപ്പോയ MLA-മാരുണ്ടല്ലോ, അവരെല്ലാം തിരിച്ചു വരും, അതിൽ നിന്നൊരു 20 പേര് വരും, 18 പേര് വരും. ചിലവരൊക്കെ പറഞ്ഞതൊക്കെ ശരി തന്നെ, അങ്ങനെ വരും. പക്ഷേ ഭയം അത്രയ്ക്കുണ്ട്. തലയ്ക്ക് മീതെ കത്തി അങ്ങനെ കിടന്ന് ആടുകയല്ലേ. അത് ഡൽഹിക്കാർ ചെയ്തതല്ലേ. ജയിലിൽ പോകുമോ? ED വരുമല്ലോ. തലക്കനം അധികമായ ഓടിപ്പോയാലും തലക്കനം വരുന്നുണ്ട്, ഉറങ്ങിയാലും തലക്കനം വരും. ഇതിനെല്ലാം തലക്കനം തന്നെ കാരണം. അങ്ങനെയാണെങ്കിൽ ആ 40 പേരും പേടിച്ചു പോയി, പക്ഷേ സഞ്ജയ് റാവുത്ത് മാത്രം പേടിച്ചില്ല, അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെടാഞ്ഞത്. ഭയപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല. ഒരു കണക്കിന് എനിക്ക് പാർട്ടി എല്ലാം തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം? ഏറി വന്നാൽ ഞാനത് പറഞ്ഞല്ലോ, വേണമെങ്കിൽ എന്നെ ജയിലിൽ അടയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ ഏതു പാതയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒറ്റയ്ക്കല്ലേ, ആർക്ക് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാമല്ലോ. ഇനി അഥവാ എന്റെ വിധിയിൽ ഞാൻ മരിക്കണമെന്നുണ്ടെങ്കിൽ അതാരെ കൊണ്ട് തടുക്കാനാവില്ലല്ലോ. ഞാൻ ജയിലിൽ പോയിട്ടുമുണ്ടല്ലോ. ജയിലിൽ പോയ മോശമായ അനുഭവവും എനിക്കുണ്ട്. ഇപ്പൊ ഞാൻ ജനങ്ങൾക്ക് വഴികാട്ടിയായിട്ടിരിക്കുക, ഭയപ്പെടേണ്ടെന്നും പറഞ്ഞ്. ഇപ്പൊ പബ്ലിക് താങ്കളോട് എന്തോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, ഞാൻ നിങ്ങളോട് എന്താ ചോദിക്കാൻ വിചാരിക്കുന്നതെന്നാ, നിങ്ങൾ ഇപ്പോഴാണ് സ്വായത്തം ജയിലിൽ പോയിട്ട് വന്നത്. ജയിലിൽ ഇരുന്നപ്പോ നിങ്ങൾ നിങ്ങളുടെ സമയം എങ്ങനെയാണ് ചെലവഴിച്ചത്? ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുറച്ച് പറയൂ സർ. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. മോളെ, അത് ജയിൽ എന്ന് പറഞ്ഞാൽ ജയിൽ തന്നെയാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ലക്ഷ്യം കാണും. അത് പൊളിറ്റിക്കൽ അജണ്ട. ഇപ്പോഴും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഏത് കേസിനാണ് എന്നെ അകത്തിട്ടതെന്ന് അറിയില്ല. ഞാൻ അതാണ് അന്വേഷിക്കുന്നത്. ഞാൻ ചാർജ് ഷീറ്റ് നോക്കുന്നുണ്ട്. ഇതുവരെയും ഞാൻ
കോർട്ടിന്റെ ജഡ്ജ്മെന്റും വായിക്കുന്നുണ്ട്. കോർട്ട് തന്നെ ഒരു സമയത്ത് മാറിപ്പോയി. ഇവരെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്, എന്തിനാണ് ഇയാൾ അറസ്റ്റ് ചെയ്തതെന്ന്. പക്ഷേ ഈ ജയിലിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ 1 മണിക്കൂറുണ്ടല്ലോ, അത് 100 ദിവസത്തിന് സമമാണ്. അത് വളരെ പെട്ടെന്ന് പോകുമെന്ന് തോന്നും. നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനേ പറ്റില്ല, കാരണം നിങ്ങൾ ആകെ തകർന്നിരിക്കുകയായിരിക്കും. പക്ഷേ എനിക്ക് ഏത് സെല്ലിലാണ് എന്നെ വെച്ചിരുന്നത്, അത് വളരെ മോശമായ സെല്ലായിരുന്നു. അവിടെയാണ് എന്നെ അടച്ചിരുന്നത്. അതിനെ മുട്ട സെല്ലെന്നാണ് പറയാറ്. പലപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, എന്നെ വെളിയിൽ വിടും, ഒരു പ്രാവശ്യമെങ്കിലും സൂര്യനെ കാണാൻ പറ്റുമെന്ന്. എന്റെ ദേഹമൊക്കെ വേദനിക്കാൻ തുടങ്ങിയിരുന്നു. അത്രയ്ക്ക് പ്രഷറായിരുന്നു. അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്തു കൂട്ടിയിരിക്കുന്നത്. മീഡിയ ആൾക്കാർ നോക്കുന്നുണ്ട് എന്നെ എവിടെയാണ് അടച്ചിരിക്കുന്നതെന്ന്. ഇയാൾ എന്താണ് കഴിക്കുന്നത്, ഇയാൾക്ക് വെളിയിൽ നിന്ന് വല്ലതും വരുന്നുണ്ടോ, ഇയാൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ. എന്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെ. പലതരം ബുക്സുകളും വായിച്ച് അങ്ങനെ സമയത്തെ കളഞ്ഞു. എഴുത്തുകാരനായതുകൊണ്ട് ഒരു പേപ്പറും പേനയും കിട്ടിയാൽ മതി, എഴുതിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും കാണാൻ വരുമ്പോൾ ഞാൻ ഗാർഡിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ സമയം ചെലവഴിച്ചു. എന്നെ നോക്കിയിട്ട് പറയുകയാണ് ഞാൻ തടവ് പുള്ളിയാണെന്ന്. തടവ് പുള്ളി. അവർക്കൊരു നമ്പറും കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ കൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. ജയിലിൽ നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അതെ, ഞാൻ എൻ്റെ അനുഭവത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അത് അടുത്ത് തന്നെ പബ്ലിഷും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകും നമ്മുടെ ജയിലിൻ്റെ ഇപ്പോഴത്തെ പരിസ്ഥിതി എങ്ങനെയാണെന്ന്. ജയിലിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം. അതിനൊരു കമ്മിറ്റി വേണമെന്നും പറയുന്നില്ല, കാരണം ഞാൻ തന്നെ ജയിലിൽ പോയവനാണല്ലോ. എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ മെമ്പർ ഓഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരിക്കുമ്പോൾ പ്രസന്റ് ഡെവലപ്മെന്റിൽ ആ ജയിലിൽ പോവുകയുണ്ടായി. ഞാൻ അവിടെ പോയപ്പോൾ എന്നെ കണ്ടതും എല്ലാവരും സല്യൂട്ട് അടിക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നീട് ഒരിക്കൽ ഞാൻ തന്നെ ഒരു തടവുകാരനായിട്ട് അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പക്ഷെ ഞാൻ അതും അനുഭവിച്ചു. മനുഷ്യനായി പിറന്നാൽ എല്ലാം അനുഭവിച്ചല്ലേ തീരൂ. മോശ സമയം വരും, അത് വേഗം പോവുകയും ചെയ്യും. അതിനെന്തിനു വേണ്ടി പേടിക്കണം? പോരാട്ടം വന്നാൽ നേരിടുക തന്നെ. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് പേടിയൊന്നുമില്ല? ഒരിക്കലുമില്ല. ഒരുപക്ഷെ ഞാൻ ആ സമയത്ത് ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ എൻ്റെ പാർട്ടിയുടെ മോറൽ വളരെ ഡൗൺ ആകുമായിരുന്നു. ഏത് പാർട്ടിയാണോ പ്രശ്നത്തിലുള്ളത്, നോക്കൂ, ആ സമയത്ത് എൻ്റെ പാർട്ടി പ്രശ്നത്തിലായിരുന്നു. ഉദ്ധവ് ജിയും ആകെ പ്രശ്നത്തിലായിരുന്നു. ഒരു കണക്കിന് എൻ്റെ വീട്ടിൽ ഇഡിയുടെ ഒരു കണക്കിന് അതിൻ്റെ ഒന്നും ഒട്ടും ആവശ്യം തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ധവ്ജിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, ഉദ്ധവ്ജി ഞാനിവിടെയുണ്ട്, തീർച്ചയായും ഞാൻ തിരിച്ചു വരും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. ഉദ്ധവ്ജിക്കും എല്ലാം അറിയാം റാവുത്തിനെ വെറുതെ വിടുമെന്ന്. എനിക്കതറിയാമെന്ന്. തീർച്ചയായും എന്നെ വെറുതെ വിടില്ല, അറസ്റ്റ് ചെയ്യുമെന്ന്. ഒരുപാട് പതറിയിരുന്ന സമയമായിരുന്നു അത്. എനിക്കറിയായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ അമ്മയെ നോക്കി, എൻ്റെ കുട്ടികളെയും നോക്കി. അതിനുശേഷം ഞാൻ തന്നെ പുറപ്പെട്ടു പോവുകയാണുണ്ടായത്. എൻ്റെ ആൾക്കാർ ഒരുപാട് പേര് വെളിയിലുണ്ടായിരുന്നു. എൻ്റെ പാർട്ടി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഭയന്നിട്ട് എന്താ കാര്യം? ഒരു പ്രാവശ്യം ഞാൻ അവരുടെ കീഴിൽ സറണ്ടർ ആയിട്ടുണ്ടെങ്കിൽ, പോകാതെ എന്തെങ്കിലും കാരണം പറഞ്ഞിരുന്നാൽ, അപ്പോ നേതാവ് പോയി, ഞാനും ഉടനെ തന്നെ റിലീസാവുമായിരുന്നു. ഒടുവിൽ എൻ്റെ പാർട്ടി തീരുമാനത്തിലെത്തിക്കാണും. ഉദ്ധവ്ജി ആകെ തകർന്നിരിക്കുകയായിരിക്കും. മഹാരാഷ്ട്രയുടെ കണ്ടീഷൻസൊക്കെ വളരെ ക്രിട്ടിക്കലായിരുന്നു. പിന്നെ അത് പ്രശ്നമായേനെ. പക്ഷേ സഞ്ജയ് റാവുത്തും ഭയന്നുപോയി. സഞ്ജയ് റാവുത്ത് മുട്ടുകുത്തി നിന്നു. ശിവസേനയുടെ പ്രമുഖ നേതാവ് തന്നെ സറണ്ടറായി. അപ്പോൾ ഞാൻ ജനങ്ങൾക്ക് മുന്നിൽ എൻ്റെ ഈ മുഖമുണ്ടല്ലോ, നിവർന്നു നിന്ന് പറയുന്നില്ലേ ഞാനൊരു സിംഹക്കുട്ടിയാണെന്ന്, ഞാൻ ബാലസാഹിബിന്റെ ശിഷ്യനാണെന്ന്. അങ്ങനെ പറയാനുള്ള അവകാശം ഞാൻ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവും. ശിവസേനയുടെ പേര് തന്നെ പറയാൻ പറ്റില്ലായിരുന്നു. എന്തൊക്കെ അനുഭവിക്കണമെന്ന് വിധിയിൽ എഴുതിയിരുന്നുവോ അതെല്ലാം അനുഭവിക്കാൻ ഞാൻ തയ്യാറായി. നല്ല കാര്യം, താങ്കൾ ബാലാസാറിന്റെ പേര് പറഞ്ഞല്ലോ. വളരെ ക്ലോസ് ആയിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും താങ്കൾക്ക് പഠിപ്പിച്ചു തന്നു. സത്യമാണ്, ബാലാസാർ താക്കറെ ഒരു വലിയ നേതാവാണ്. പേടിക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തി. ഇനിയും ചില കുറ്റാരോപണങ്ങൾ എന്റെ കൈവശമുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം